മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരളീയരും ഭാരതീയരും അറിഞ്ഞോ അറിയാതെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും പറയാനും എന്തും എഴുതാനും എന്തും പ്രവർത്തിക്കാനുമുള്ള വിലങ്ങുകളോ അതിർത്തികളോ ഇല്ലാത്ത ജീവിത രീതിയാണെന്ന് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. നമ്മളുടെ നാട്ടിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഇടതുപക്ഷക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം, ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം, ഭക്തന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം, രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന വിഭാഗം, ഇതിലൊന്നിലും പെടാത്ത ഒരു വിഭാഗത്തിലെ ചിലര്, ഇവരെല്ലാം എന്തും ഏതും ചെയ്യാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ധരിച്ച് മുമ്പോട്ട് പോകുന്നു. നന്മ ചെയ്താലും എതിർക്കുക, തിന്മ ചെയ്താലും എതിർക്കുക, ഭരണസാരഥ്യത്തിന്റെ മുകളിലിരിക്കുന്നവര് പച്ച കള്ളം പറയുക, ഒരു വ്യക്തി ചെയ്ത കള്ളത്തരം അത് അന്വേഷിച്ച് സത്യം പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുക, ഇവരുടെ ആൾക്കാർ ചെയ്ത കള്ളത്തരം അത് അന്വേഷിക്കാൻ പോലും തയ്യാറാവാതിരിക്കുക, ഇതൊക്കെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുക. നല്ലത് ചെയ്തവനെയും എതിർക്കുക, കണ്ണടച്ച് നട്ടുച്ചയ്ക്ക് ഉറക്ക വിളിച്ചു പറയാ ഇത് അർദ്ധരാത്രിയാണ്, അതെന്റെ സ്വാതന്ത്ര്യമാണിത് പറയാനെന്ന്. KSUവിന്റെ സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുമ്പോ മാതൃഭൂമി പത്രത്തിൽ ഒരു ഫോട്ടോ കണ്ടു. KSRTC വണ്ടിയുടെ പുറകിലത്തെ ടയറിന്റെ കാറ്റഴിച്ചു വിടാൻ ഒരു 60-65 വയസ്സായിട്ടുള്ള ഒരാള് ആ ടയറിന്റെ എയർ നോബ് സൂക്ഷിച്ചു നോക്കുന്നത്. സാധാരണക്കാരായ വ്യക്തികള് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ KSRTCയുടെ ടയറ് കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരത്തോട് ചേർന്ന് 60-65 വയസ്സ് പ്രായമുള്ള ഒരാള് ഒരു ടയറിന്റെ കാറ്റഴിച്ചു വിട്ടാല് ആ MG റോഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ട്രാഫിക് ജാമും ആ വണ്ടി ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും ഒന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ BSNL ഓഫീസ് അടിച്ച് തകർത്തു. ആരുടെ തന്തയുടെ പ്രോപ്പർട്ടിയായത് എന്നറിയാതെ ആരെങ്കിലും ചോദിച്ചു എന്ന് വിചാരിക്കാം. അത് നശിപ്പിക്കാൻ പാകത്തിന് അതിനകത്തുള്ളവരും ആ BSNLും എന്ത് ചെയ്തു? മെഡിക്കൽ കോളേജ് പ്രോബ്ലം എല്ലാ വർഷവും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഉണ്ടാക്കുന്നത് തൊട്ടയൽവക്കത്തെ സംസ്ഥാനത്തിലെ മെഡിക്കൽ കോളേജിലേക്ക് പരമാവധി കേരള വിദ്യാർത്ഥികളെ കിട്ടാൻ വേണ്ടി രണ്ട് വിഭാഗക്കാരും പരമാവധി കോടികൾ വാങ്ങിച്ച് ചെയ്യുന്നതാണ് ഇത്. രണ്ട് വിഭാഗക്കാരും മെഡിക്കൽ അഡ്മിഷൻ വരുന്ന കാലത്ത് മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി അടുത്ത വർഷം മെഡിക്കൽ അഡ്മിഷൻ വരുമ്പോൾ ഇത് തന്നെ. എന്തിനറിയോ? കർണാടകത്തിലെ മെഡിക്കൽ കോളേജിലും തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജിലും പോണ്ടിച്ചേരിയിലെ മെഡിക്കൽ കോളേജുകളിലും നിറച്ചും കേരളീയർ ചെന്ന് അഡ്മിഷൻ മേടിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പരമവിഷം വമിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും അവരുടെ മെഡിക്കൽ എൻട്രൻസിന്റെ എല്ലാ പരിപാടിയും കഴിയും. അവർക്ക് കിട്ടാനുള്ള കോടികൾ കിട്ടും, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കഴിയും. ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർ പഠിക്കും. ശരിക്കും മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കേട്ടപ്പോ ഇത്രയും പച്ച കള്ളം പറയാൻ കഴിവുള്ള ഒരു മുഖ്യമന്ത്രി, അത്ഭുതം തോന്നി എനിക്കത് അദ്ദേഹം കേട്ടപ്പോ. അത് തന്നെയാണ് UDF ചെയ്തത്.
മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസിനും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൊടുക്കാവുന്നത് പരമാവധി കൊടുത്തു. അവരുടെ സ്കൂളുകളും കോളേജുകളും എയ്ഡഡ് ആക്കി, ആക്കേണ്ടതൊക്കെ ആക്കി. മുസ്ലിം കുട്ടികൾക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും, ക്രിസ്ത്യാനികൾക്ക് അവർക്ക് അവകാശപ്പെട്ടത് ഏത് സ്കൂൾ ഏത് വയലിൽ തുടങ്ങിയാലും പെർമിഷൻ കൊടുത്ത അവരാണ് ടയറിലെ കാറ്റൂരാനും BSNL നശിപ്പിക്കാനും സെക്രട്ടേറിയറ്റിന്റെ മുമ്പില് ഭയങ്കര ത്യാഗസമരം ചെയ്യാനും വേണ്ടി ഇതാക്കിയത്. ഇപ്പുറത്ത് LDF ഒരൊറ്റ സ്കൂൾ തുടങ്ങാൻ അനുവാദം കൊടുത്തില്ല, ഒറ്റ കോളേജ് തുടങ്ങാൻ അനുവാദം കൊടുത്തില്ല. അവരുടെ ഭരണകാലത്ത്, അച്യുതാനന്ദന്റെ ഭരണകാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അടുത്ത സംസ്ഥാനത്തിൽ ചെന്ന് പഠിക്കുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ലാതെ 5 വർഷം ഭരിച്ച സെയിന്റ് MA ബേബി, വിശുദ്ധനായ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരുന്ന് ഒരൊറ്റ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ കൊടുക്കാതെ അയാളുടേതായിട്ടുള്ള പോളിസി ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് വിപരീതം ഈശ്വരാനുഗ്രഹം കൊണ്ട് UDF ചെയ്തു. നല്ല സ്കൂളുകൾക്കെല്ലാം പെർമിഷൻ കൊടുത്തു. അതിനകത്ത് എയ്ഡഡ് ആക്കേണ്ടതിനെ എയ്ഡഡ് ആക്കി, ആവശ്യമില്ലാത്തവർക്ക് പെർമിഷൻ കൊടുത്തു. കോടികൾ അവരുണ്ടാക്കി. ഈ കേരളത്തില് 65 വയസ്സായവൻ കേരള സ്റ്റുഡൻസ് യൂണിയന്റെ പേരില് KSRTCയിലെ ടയറിന്റെ കാറ്റ് അഴിച്ചുവിടാൻ പാകത്തിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുമ്പോൾ കേരള ജനതയുടെയും ബുദ്ധിജീവികളുടെയും LDFന്റെയും UDFന്റെയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവരുടെയൊക്കെ സ്വാതന്ത്ര്യം, സ്വന്തം അമ്മയെ വേശ്യ എന്ന് വിളിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പോലെ നന്മകൾ അംഗീകരിക്കണം എന്ന് നിർബന്ധമില്ല. നന്മകളും വിമർശിക്കണം എന്ന് തോന്നുന്നവർക്ക് അതും ചെയ്യാം. നശിപ്പിക്കണം എന്ന് തോന്നുന്നവരോട് എന്താ പറയുക? നശിപ്പിക്കണം, കൊല്ലണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നവരോട് അതാണ് സ്വാതന്ത്ര്യം എന്ന് ധരിച്ച് ഏതോ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളീയരുടെ ഗതികേട് ആണ് 2 വിഭാഗത്തിന്റെയും ഭരണം. ഒരുപക്ഷെ BJP വന്നാൽ ഇതുപോലെ തന്നെ ആയിരിക്കാം. അങ്ങനെ വന്ന് അവര് ഭരിച്ച് ഇതുപോലെയാണെങ്കിൽ ഞാൻ അന്ന് പറയാം, LDF ആയാലും UDF ആയാലും MDF ആയാലും NDA ആയാലും DNA ആയാലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നശിപ്പിക്കാനാണ് എന്ന് എഴുതി വാങ്ങിയ ഒരു വിഭാഗം എന്ന് ഈ നാടിന്റെ ശാപമായിട്ട് തീരാതിരിക്കുന്നുവോ? പലപ്പോഴും ഇത് കാണുമ്പോൾ പറയാൻ പാടില്ലാത്തതും ചിന്തിക്കാൻ പാടില്ലാത്തതും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. എത്രയോ പേരെ പാമ്പ് കടിക്കുന്നു, എത്രയോ പേർക്ക് ഇടിവെട്ടേൽക്കുന്നു. ഈ നാടിനും സമൂഹത്തിനും ശാപമായ ഗതികെട്ട ജന്മമുള്ളവരെ ഒന്ന് തെരഞ്ഞു പിടിച്ച് പ്രണാമം, നമസ്കാരം.